അപ്പോൾ ആരതി രവിയുടെയും രവി മോഹൻ്റെയും ഡിവോഴ്സ് കേസ് അതാണല്ലോ നമ്മളിപ്പോൾ യൂട്യൂബിൽ തരംഗമായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ പുറകെയാണ് ഫാൻസും ആൾക്കാരും എല്ലാവരും. ആരതി രവിയാണെങ്കിൽ കുട്ടികളുടെ അച്ഛനെ എനിക്ക് തന്നെ വേണം എന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്നാണ് പറയുന്നത്. രവി മോഹനാണെങ്കിലോ ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ. ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി എല്ലാം പുള്ളിക്കാരി ടോർച്ചർ ചെയ്യുമായിരുന്നു. 16 വർഷമായിട്ട് ടോർച്ചർ ചെയ്യുമായിരുന്നു എന്നാണ് രവി മോഹൻ്റെ വാദം. ഈ 16 വർഷം പുള്ളി ഇതൊന്നും അറിയാണ്ടാണോ ജീവിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലോട്ടെ എന്നിട്ട് ഇപ്പോൾ പുതിയ നമ്മുടെ ഐശ്വര്യ നിവേഷിൻ്റെ മകളുടെ കല്യാണത്തിന് രവി മോഹൻ ഒരു പാർട്ണറേയും കൊണ്ട് വന്നിരുന്നു. സെയിം ഡ്രസ്സിൽ എല്ലാം പിടിച്ചു പോയായിരുന്നു. അതാണ് പിന്നീട് വലിയ ന്യൂസായിട്ട് വന്നത്. ഇത്ര നാളും എല്ലാവരും ആരതി രവിക്ക് അഗെയിൻസ്റ്റായിരുന്നു. പുള്ളിക്കാരത്തി രവി മോഹൻ പറഞ്ഞതുപോലെ തന്നെ ടോർച്ചറിങ് ആയിരുന്നു എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ബട്ട് ഈ ഒരു അപ്പിയറൻസിൽ നമുക്ക് ഏകദേശം കാര്യങ്ങളെല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരതി രവി 40 ലക്ഷം അലിമണി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആർക്കും ഈ അലിമണിയുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അലിമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ പാർട്ട്ണർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് എന്നാണ്. ബട്ട് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ പാഴ്സി മാരേജ് ആക്ട് പ്രകാരം ഫീമെയിൽ ആൻഡ് മെയിൽ 2 പേർക്കും അലിമണി ക്ലെയിം ചെയ്യാവുന്നതാണ്. അത് കോടതി നോക്കിയും കണ്ടും ഏത് പാർട്ട്ണർക്കാണ് കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ആരാണോ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നത് ആ ഒരാൾക്ക് അലിമണി ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ്. ഒരു 20-33% അലിമണി കിട്ടുക. ബട്ട് മുസ്ലിമും ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരമോ ലേഡീസിന് അലിമണി കൊടുക്കുന്നതല്ല, അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. ലേഡീസിന് മാത്രമേ പറ്റുള്ളൂ. അതെന്താണെന്ന് നമുക്ക് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ 20-33% അലിമണി കിട്ടും. ആർക്കാണോ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ളത് അവർക്കാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ രവി മോഹൻ്റെ കാര്യത്തിൽ ആരതി രവി എന്ന വ്യക്തി ഒരു മാസ്റ്റേഴ്സ് എല്ലാം എടുത്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ 10-18 വർഷങ്ങളായിട്ട് കുട്ടികളെയും നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആ ഒരാൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ഗ്യാപ്പ് കഴിഞ്ഞ് ഒരു ജോലി കിട്ടുമെന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. ബിസിനസ് ആണെങ്കിലും അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അവരൊരു 40 ലക്ഷം ചോദിച്ചതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം